ഉമേഷ്, നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘടനാപരമായി തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ജയിലിന്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോസ്റ്റുകൾ ഇട്ടതിൽ പല കോൺഗ്രസ് നേരത്തെ 3 പേർക്കെതിരെ പരാതി നൽകിയവരുടെ പേരുവിവരങ്ങളടക്കം ഉമേഷ് പറയുകയും ചെയ്തു. സംഘടനാപരമായി ഉണ്ടായിരുന്ന വലിയ സമ്മർദ്ദങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏതായാലും ആത്മഹത്യാക്കുറിപ്പ്, 2 ആത്മഹത്യാക്കുറിപ്പുകൾ ഉണ്ട്. ഒന്ന് ഭാര്യയ്ക്കും മക്കൾക്കും എഴുതുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം വലിയ പ്രതിസന്ധിയിലാണ്. ആ മീഡിയ സെൽ ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്ന ചില വാർത്തകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിൻ്റെ പേരിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ പലരും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്, സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ജെയിൻ. അങ്ങനെ സംഘടനാപരമായ വലിയ സമ്മർദ്ദം ജെയിൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ദിവസങ്ങളിലെല്ലാം ഈ പി വി ജെയിൻ കടന്നു വരുന്നത് വലിയ മാനസിക സംഘർഷത്തിലൂടെ തന്നെയാണ്. കാരണം ആരെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം ജെയിൻ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നേതൃത്വത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല. അതുകൊണ്ട് തന്നെയാണ് നേതാക്കളടക്കമുള്ളവർ, വി ഡി സതീശൻ അടക്കമുള്ളവരെ അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിനെതിരെയാണ് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ തന്നെ മറ്റൊരു വിഭാഗം രംഗത്തെത്തിയത്. അത്തരത്തിൽ ഇനി പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് കരുതിയിരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ 10 നേതാക്കളെങ്കിലും വീട്ടിലിരിക്കും. അതുകൊണ്ട് ഇത്തരം രീതി ഇനി തുടരേണ്ട എന്നൊക്കെ അന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. പക്ഷേ നേതൃത്വത്തിന്റെ നിലപാട് എന്നുള്ള നിലയിൽ വീണ്ടും താൻ അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പല ഗ്രൂപ്പുകളിലേക്കായി ഷെയർ ചെയ്തു. അതിന്റെ തുടർച്ചയായി തന്നെ ആ അഡ്മിൻ പാനലിൽ നിന്ന് തന്നെ പുറത്താക്കി, ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, അതിനെതിരെ അന്വേഷണം നടത്തണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ മാസം ഒരു പരാതി KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ പരാതി നൽകിയ ആൾ തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സമ്മർദ്ദത്തിന് ഈ പി വി ജെയിൻ വിധേയനായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് ഒരുപക്ഷെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. പക്ഷേ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വലിയ മാനസിക പ്രശ്നം ജെയിൻ നേരിട്ടിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നൽകാൻ അയാൾ നിർബന്ധിതനായതും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്.